കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളോട് കുറച്ച് കടങ്കഥകൾ ചോദിക്കട്ടെ. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ഒന്നു തന്നെയാണ് കേട്ടോ. കാട്ടിലുണ്ടൊരു മുത്തശ്ശി മുറം വീശി വീശി നടക്കുന്നു. കറുത്ത പാറയ്ക്ക് 4 തൂണ്. കാട്ടിലുണ്ടൊരു കരിമ്പാറ ഉരുണ്ടുരുണ്ടു പോകുന്നു. ആരാ അത്? എന്താ ഇതിന്റെ ഉത്തരം? ആനയല്ലേ? തൂണുപോലെ 4 കാലുള്ള, മുറം പോലെ ചെവിയുള്ള, ചൂലുപോലെ വാലുള്ള ആന. ആനയെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ആനയെ കാണാനും ആനപ്പുറത്ത് കയറുന്നതൊക്കെ വളരെ രസകരമായിരിക്കും അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇന്നെന്താ റേഡിയോയിൽ ആനയെക്കുറിച്ച് പറയുന്നതെന്ന്. കാരണമുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ എലിഫന്റ് ഡേ ആണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12-നാണ് ഈ ദിനം ആചരിക്കുന്നത്. കൂട്ടുകാരെ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 2050 ആകുമ്പോൾ ഈ ലോകത്ത് ആനകൾ ഉണ്ടാവുമോ? ആനകൾ പൊതുവെ 2 തരത്തിലുണ്ട്. ആഫ്രിക്കൻ ആനകളും ഇതിൽ ഏഷ്യൻ ആനകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 2025-ലെ കണക്ക് പ്രകാരം അവയുടെ എണ്ണം 40,000 ആണ്. എന്നാൽ 2050 ആകുമ്പോഴേക്കും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ആനയും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഇനി കുറച്ച് വർഷങ്ങൾ കൂടി മാത്രമേ നമ്മുടെ ഈ ലോകത്ത് ആനകൾ ഉണ്ടാവുകയുള്ളൂ. മാറിവരുന്ന കാലാവസ്ഥയും പ്രകൃതിനാശവും എല്ലാം ഇവയുടെ ആവാസവ്യവസ്ഥയെ തകർക്കുന്നു. കൂട്ടുകാരെ, പ്രകൃതി നമ്മുടേത് മാത്രമാണോ? അല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. നമ്മളെ പോലെ ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് എല്ലാ മൃഗങ്ങളും. അതുകൊണ്ടു തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പരിസ്ഥിതിയെ, പ്രകൃതിയെ അവർക്ക് വേണ്ടി കൂടി നാം കാത്തുപരിപാലിക്കണം. എന്നാൽ ഇനി നമുക്കൊരു കവിത കേട്ടാലോ? ആനയെക്കുറിച്ച് തന്നെ ആവട്ടെ കവിത. AEDയിലെ വൈഗ നമ്മുടെ കൂടെ ചേരുന്നു. കവിത ആനക്കൊമ്പൻ. രചന ശ്രീ NK ദേശം. അമ്പലഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. കണ്ട മരത്തിൽ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ, കണ്ട മരത്തിൽ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വർണ്ണക്കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ 2 കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4 കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ 2 കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4 കൂടുതലുണ്ടു കറുമ്പ കൊമ്പനു കൂച്ചു വിലങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ. കൂടുതലുണ്ട് കുറുമ്പ കൊമ്പനു കൂച്ചു വിളിക്കുണ്ടേ,
കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാടുണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാടുണ്ടേ. ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ. ആനക്കൊമ്പനയാകപ്പോടെ കാണാനഴകുണ്ടേ. ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ. ആനക്കൊമ്പനയാകെ പാടെ കാണാനഴകുണ്ടേ. ആനക്കൊമ്പനയാകെ പാടെ കാണാനഴകുണ്ടേ. താങ്ക് യു വൈഗ. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? ആനയെ കാണുന്നത് പോലെ തന്നെ തോന്നിയല്ലേ? ഇനി നമുക്ക് കേൾക്കാം അറിയാം ഇന്നത്തെ കറന്റ് ക്ലിക്സ്. അസം അഗ്രികൾച്ചർ വിഭാഗം ഉൽപ്പാദിച്ച പർപ്പിൾ നിറമുള്ള അരിയുടെ പേര്? ഉത്തരം ലബന്യ. P4 പ്രൊവേർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. കൂട്ടുകാരെ, കറന്റ് ക്ലിക്സ് ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ റേഡിയോ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഈസ് RJ അൻഷിക സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടത് FM അഡോണ 39.25 പറയാം പാടാം കേട്ട് രസിക്കാം.